പി മുസ്തഫ, ഇവിടെ ഇനി നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് പോളിംഗിലേക്ക് പോകുന്നതിൻ്റെ തൊട്ട് മുൻപത്തെ മണിക്കൂറുകളിൽ വന്നിട്ടുള്ള ചില പ്രശ്നങ്ങളിലേക്ക് കടക്കാം. അതിലൊന്ന്, വയനാട്ടിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഉന്നയിച്ച ഒരു ആക്ഷേപമാണ്. അദ്ദേഹം പറയുന്നത് കള്ളപ്പണവും കള്ളും ഇറക്കിയിട്ടുണ്ട് ഇവിടെ UDF വോട്ടർമാരെ സ്വാധീനിക്കാൻ എന്നതാണ്. അതേസമയം ചേലക്കരയിൽ ഈ 19.5 ലക്ഷം രൂപ അവിടെ അനധികൃതമായ പണം അല്ലെങ്കിൽ അൺഅക്കൗണ്ടബിൾ എന്ന് ഇപ്പോൾ പറയുന്ന, അതിനിപ്പോൾ അത് രേഖകളൊക്കെ ഹാജരാക്കിയാൽ അത് പിന്നെ അതിലെ തടസ്സങ്ങൾ മാറും. പക്ഷേ അൺഅക്കൗണ്ടബിൾ മണി എന്ന നിലയിൽ അവിടെ പണം കണ്ടെത്തുന്നു. പെട്ടെന്ന് തന്നെ ആരോപണം വരുന്നത് CPM-നെതിരെയാണ്. CPM ആണ് ആ പണം ഇറക്കിയിരിക്കുന്നത്. അത് CPM-ൻ്റെതാണോ എന്ന് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസ് പരാതി കൊടുത്തിട്ടുണ്ട്. അവിടെ മത്സര രംഗത്തുള്ള DMK ഇപ്പോൾ PV അൻവർ പറയുന്നു ഇത് ഇടതു മുന്നണിക്കും BJPക്കും ഒക്കെ വരുന്ന പണമാണ് എന്ന ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. അപ്പോൾ കള്ളപ്പണ വിവാദം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ വയനാട്ടിൽ ഇടതു മുന്നണി സ്ഥാനാർത്ഥിയാണ് ആരോപണം ഉന്നയിക്കുന്നതെങ്കിൽ ചേലക്കരയിൽ ആ ആരോപണം നിങ്ങൾക്ക് നേരെയാണ്. എങ്ങനെയാണ് ഈ വിഷയം കൈകാര്യം ചെയ്യുക? വയനാട്ടിലെ സ്ഥാനാർത്ഥി സഖാവ് സത്യൻ മൊകേരി ഇന്ന് പറഞ്ഞത് മാത്രമല്ലല്ലോ ഇത്. പാലക്കാടുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നേരത്തെ തന്നെ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളൊരു ആരോപണമാണല്ലോ. UDF പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയ പോരാട്ടമായിട്ടേ അല്ല തെരഞ്ഞെടുപ്പുകളെ സമീപിക്കാറുള്ളത്. ഇന്ദിരാഗാന്ധിയുടെ കാലം തൊട്ട് നമ്മുടെ രാജ്യത്ത് അത് കണ്ടുവരികയല്ലേ നമ്മൾ. അങ്ങനെയല്ലേ ഇവിടെ ഡോക്ടർ ജിൻഡോ ഞങ്ങൾ രാഷ്ട്രീയ പോരാട്ടമാണെന്നൊക്കെ പറഞ്ഞുവെങ്കിലും യഥാർത്ഥത്തിൽ കഴിഞ്ഞൊരു 10-40 വർഷമായിട്ട് കോൺഗ്രസ് അല്ലേ നമ്മുടെ പാർലമെന്ററി ഡെമോക്രസിയെ ജീർണിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയുടെ കാലം തൊട്ട്. അതിപ്പോൾ അതിനേക്കാൾ മോശമായ നിലയിൽ അധികാരത്തിൻ്റെ ഒരു സർവാധിപത്യത്തിലേക്ക് എത്തിയപ്പോൾ BJP എടുക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് മദ്യം, അതുപോലെ പണം, ഇങ്ങനെയൊക്കെയുള്ള ദുസ്വാധീനത്തിനുള്ള വഴികൾ ഇവർ നേരത്തെ പയറ്റിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അത് പയറ്റുന്നു എന്നുള്ളതാണ്. അത് ഗൗരവമായിട്ട് തന്നെയുള്ള വിഷയമായിട്ടാണ് ഞങ്ങൾ ഉയർത്തുന്നത്. മണ്ഡലത്തിൻ്റെ വികസനമൊക്കെയാണ് ഞങ്ങൾ പറയുന്നത് എന്നാണ് അവർ പറയുന്നത്. പക്ഷെ നിങ്ങൾ നോക്കൂ, പുതുപ്പള്ളി ഇലക്ഷൻ സമയത്ത് ബൈ ഇലക്ഷൻ 50 വർഷം ഒരേ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിരവധി തവണ മുഖ്യമന്ത്രി ഉൾപ്പെടെയായിട്ടുള്ള ശ്രീ ഉമ്മൻചാണ്ടിയുടെ മരണത്തെ തുടർന്ന് ബൈ ഇലക്ഷൻ വന്നപ്പോൾ ആ പുതുപ്പള്ളി മണ്ഡലത്തെക്കുറിച്ചുള്ള വികസന പ്രശ്നങ്ങൾ എങ്ങനെയാണ് ചർച്ച ചെയ്തത്? അന്നും ഒരു പ്രത്യേക മണ്ഡലത്തിൽ മാത്രമായിട്ടുള്ള ബൈ ഇലക്ഷൻ ആയതുകൊണ്ട് കേരളം മുഴുവൻ ഈ ഉമ്മൻചാണ്ടി 50 വർഷം പ്രതികരിച്ച പുതുപ്പള്ളി മണ്ഡലത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചിട്ട് ഗൗരവമായ ചർച്ചകൾ നടന്നിട്ടില്ലേ? അത്തരം ചർച്ചകൾ നിങ്ങൾ ഇവിടെയും ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നല്ലാതെ അവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്ന വികസനത്തിൻ്റെ ഈ വലിയ അവസ്ഥ നല്ല നിലയിൽ തന്നെ വളരെ കൃത്യമായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താ? CPM-ൽ അതിർത്തി എന്തിനാ ഇങ്ങനെ ഇരുട്ടുകൊണ്ട് വോട്ടയടക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? അതിർത്തി മുഴുവൻ നിങ്ങളുടെ കൂടെ നിൽക്കുകയല്ലേ. നിങ്ങൾക്ക് ഇന്ന് K. മുരളീധരനെ ഇങ്ങനെ നിർബന്ധിച്ച് കൊണ്ടുവരേണ്ടി ഈ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അതിനെക്കുറിച്ച് താങ്കൾ പറഞ്ഞില്ലല്ലോ കാര്യമായി. കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട അതിലേക്ക് തന്നെയാണ് വരുന്നത്. അവർ പറഞ്ഞ ഗോപീഷൻ അവർ പറഞ്ഞതിനുള്ള മറുപടിയോടുകൂടി അതിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. അപ്പം അതുകൊണ്ട് ആളുകൾ ഷുക്കൂർ CPM-ന്റെ കൂടെ തന്നെ വന്നു. ഏതാനും ചില 1-2 മണിക്കൂറുകൾ അദ്ദേഹത്തെ ഉപയോഗിച്ചൊരു വലിയ വാർത്തയുണ്ടാക്കി വിസ്ഫോടനം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നല്ലാതെ ഷുക്കൂർ ആ 2 മണിക്കൂറിന് ശേഷം CPM-ന്റെ കൂടെ ഇതാ ഈ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് ഇറങ്ങുന്നു. ഏതെല്ലാം തരത്തിൽ മാധ്യമങ്ങൾ പിന്നെ അദ്ദേഹത്തെ ഒറ്റയ്ക്ക് പോയി കണ്ടിട്ട് ശ്രമിച്ചു CPM-നെതിരെ പറയിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം കൃത്യമായ നിലപാട് സ്വീകരിച്ചില്ലേ? എന്നാൽ കോൺഗ്രസിന്റെ അവസ്ഥ അതാണോ? ഇവിടെ ചേലക്കരയിൽ തന്നെ രമ്യ ഹരിദാസിന് വേണ്ടി മുഴുവൻ കോൺഗ്രസും വന്നു. അസംതൃപ്തി മുഴുവൻ നിലനിൽക്കുകയല്ലേ. ഡോക്ടർ VP മുസ്തഫ വീണ്ടും ഒരുപാട് പരന്നുപോയി താങ്കൾ പറയുന്ന കാര്യങ്ങൾ. ഞാൻ ചോദിച്ചത് അതല്ല. പാലക്കാട്ട് UDF സ്ഥാനാർത്ഥിയുടെ നീലപ്പെട്ടിയിൽ അനധികൃത പണമുണ്ടെന്ന് കണ്ടെത്താൻ ചെന്ന് മടങ്ങി വരേണ്ടി വന്ന പോലീസും അതിന്റെ പേരിൽ പഴി കേൾക്കേണ്ടി വന്ന CPM-ഉം അതിന്റെ പേരിൽ ഇരുട്ടിലായി പോയ സർക്കാരും ഒക്കെ നിൽക്കുമ്പോൾ ചേലക്കരയിൽ പണം എത്തിച്ചത് നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് പോവുകയാണ് കോൺഗ്രസിന്റെ വക. അതേസമയം വയനാട്ടിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പറയുന്നു കള്ളപ്പണം ഒഴുക്കി കള്ളും കൊടുത്ത് വോട്ടർമാരെ സ്വാധീനിക്കാൻ UDF ശ്രമിക്കുന്നുവെന്ന്. അപ്പോൾ രണ്ടിടങ്ങളിൽ, ഒരിടത്ത് നിങ്ങൾ ഈ കള്ളപ്പണം പിടിക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ടു, രണ്ടാമത്തിടത്ത് കണ്ടെത്തിയ പണം അതിൻ്റെ ആളുകൾ നിങ്ങളാണെന്ന ആരോപണം നിങ്ങൾ നേരിടുന്നു, മൂന്നാമതൊരിടത്ത് നിങ്ങൾ ആരോപണം ഉന്നയിക്കുന്നു. ഇതാണ് ഞാൻ ചോദിച്ചത്. ചേലക്കരയിലെ പണം ജയൻ എന്ന് പറയുന്നയാളെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ചേലക്കരയിൽ പിടികൂടിയ പണവുമായി ബന്ധപ്പെട്ട് ആ ജയൻ ആരാണ് എന്ന് തൃശ്ശൂരിലെ ആളുകൾക്ക്, ചേലക്കരയിലെ ആളുകൾക്ക് വ്യക്തമായി കഴിഞ്ഞല്ലോ. പഴയ കോൺഗ്രസ്സുകാരൻ കുറച്ചു വർഷമായി BDJS-ന്റെ കൂടെ നിൽക്കുന്നു.
CPM-ഉമായിട്ട് ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് ഇവിടെ പാലക്കാട്ടും വയനാട്ടിലും നേരിടുന്ന ഈ അപഖ്യാതി മറച്ചുവെക്കാൻ വേണ്ടിയിട്ട് കിട്ടിയ ഒരു തുമ്പെടുത്തിട്ട് ഒരു പരാതി അതാർക്കും എഴുതി കൊടുക്കാമല്ലോ. ഇലക്ഷൻ കമ്മീഷൻ എഴുതി കൊടുത്താൽ വസ്തുത അതാകില്ലല്ലോ. വസ്തുത ഈ ജയനാരാ? ജയൻ പഴയ കോൺഗ്രസ് അല്ലേ? ജയൻ ഇപ്പൊ BDJS അല്ലേ? അവരോടല്ലേ ആ ചോദ്യം ചോദിക്കേണ്ടത്? താങ്കൾ എന്നിട്ടും ഈ നീലപ്പട്ടിയെ CPM എന്തോ പ്രതിരോധത്തിൽ, ആരാണ് യഥാർത്ഥത്തിൽ ഗോപികൃഷ്ണൻ നെഞ്ചിൽ കൈവച്ച് പറ, ആരാ പ്രതിരോധത്തിലായത്? അവിടെ തുറന്നു കാട്ടപ്പെട്ടത് ആരാണ്? നമ്മുടെ മുന്നിലുള്ള വസ്തുതയായിട്ട് അത് നിൽക്കുന്നു. ഇനി നിങ്ങൾ നോക്കൂ, മനസ്സിലായില്ല. തുറന്നു കാട്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അല്ല, മനസ്സിലായില്ല ഡോക്ടർ VPP മുസ്തഫ. താങ്കൾ പറഞ്ഞ ഭാഗം എനിക്ക് മനസ്സിലായില്ല. തുറന്നു കാട്ടപ്പെട്ടത് ആരാണ്? അല്ല, അവിടുത്തെ CCTV ദൃശ്യങ്ങൾ മുഴുവൻ പുറത്തു വന്നപ്പോൾ അവിടുത്തെ UDF സ്ഥാനാർത്ഥിക്ക് ഇങ്ങനെ മണിക്കൂർ വെച്ച് തന്റെ നിലപാടുകൾ, തന്റെ വാദങ്ങൾ മാറ്റി മാറ്റി പറയേണ്ടി വന്നപ്പോൾ പ്രതിരോധത്തിലായതും തുറന്നു കാട്ടപ്പെട്ടതും പിന്നെ ആ വിഷയത്തിൽ നിന്ന് അങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുന്നതും നിങ്ങൾ അവരെ കുറച്ച് മാധ്യമങ്ങൾ അതൊരു വിവാദമാക്കാതെ സഹായിക്കുന്നതും നമ്മുടെ മുന്നിലുള്ള അവിടെയെല്ലാം ദയവായി താങ്കൾ തിരുത്തണം ഡോക്ടർ VPP മുസ്തഫ. പോലീസ് നടത്തിയ പരിശോധനയിൽ എന്ത് കണ്ടെത്തി, ഏത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, ഏത് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ, എങ്ങനെയാണ് ഈ പരിശോധനകൾ നടന്നത്? അതിലെവിടെയാണ് കോൺഗ്രസിലെ വനിതാ നേതാക്കൾക്ക് പരാതി ഉയരാനിടയായ സാഹചര്യം എങ്ങനെയുണ്ടായി? എങ്ങനെയാണ് ചിലർ മാത്രം ഈ വിവരം നേരത്തെ അറിഞ്ഞത്? എങ്ങനെയാണ് പാർട്ടി പ്രവർത്തകർ അതിൽ ഉത്സാഹികളായി പങ്കെടുത്തത്? എന്ന് തുടങ്ങി ഈ CCTV ദൃശ്യങ്ങളെ മാറ്റി നിർത്തു പ്രതിരോധത്തിലാകുന്നതും ഉത്തരം പറയേണ്ടതുമായ ചോദ്യങ്ങൾ CPM-ന് മുന്നിൽ ഉണ്ട് ഡോക്ടർ VPP മുസ്തഫ. അതിന് മാധ്യമങ്ങൾ കൂട്ടുനിന്നു കൊടുത്തു, അല്ലെങ്കിൽ അവിടുത്തെ UDF സ്ഥാനാർത്ഥിക്ക് താലപ്പൊലിയുമായി മാധ്യമങ്ങൾ പോയി എന്നൊക്കെ പറഞ്ഞ് താങ്കൾ ദയവായി ഈ ചർച്ചയുടെ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. ഇവിടെ ഇപ്പൊ ഈ പറഞ്ഞ വാചകത്തിൽ താങ്കൾ പറഞ്ഞത് എന്താ? CCTV ദൃശ്യങ്ങൾ മാറ്റിവെക്കൂ. ഗോപികൃഷ്ണൻ എന്ന് പറയുന്ന 24-ന്റെ അവതാരകം പറയുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. ഡോക്ടർ VPP മുസ്തഫ, ആദ്യമായിട്ടാണോ നമ്മൾ ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നത്? അങ്ങനെയൊക്കെ എന്നെ ബ്രാൻഡ് ചെയ്താലോ ഡോക്ടർ VPP മുസ്തഫ? താങ്കൾ അങ്ങനെയൊക്കെ എന്നെ അങ്ങ് ബ്രാൻഡ് ചെയ്താലോ? ഇത് ആദ്യമായിട്ടാണോ ഡോക്ടർ VPP മുസ്തഫയെ നമ്മൾ ഒരു ചർച്ചയ്ക്ക് ഇരിക്കുന്നത്? അങ്ങനെ ഗോപികൃഷ്ണൻ ഇത് വ്യക്തിപരമായിട്ട് എടുക്കരുത്. ഞാൻ നിങ്ങൾ പറഞ്ഞ നിലപാടിനെയാണ് പറയുന്നത്, അല്ലാതെ വ്യക്തിപരമായിട്ട് ഗോപികൃഷ്ണനെ ബ്രാൻഡ് ചെയ്യുക എന്നുള്ളതല്ല. അപ്പോ അത് CCTV ദൃശ്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതില്ല. പോലീസിന്റെ റെയ്ഡ്, അവിടെ വനിതാ പോലീസ് ഇല്ലാതെ ആദ്യം പോയി, ഇത് ചർച്ച ചെയ്യണം എന്നതിലേക്ക് താങ്കൾ പോയിന്റ് കൊണ്ടുവരുമ്പോൾ എവിടെയാണ് വിഷയം? അവിടെ എന്തുകൊണ്ടാണ് പോലീസിന് കണ്ടെടുക്കാൻ കഴിയാതെ പോയത്? ആരാണ് അവിടെ പോലീസിന്റെ റെയ്ഡിനെ തടഞ്ഞത്? എല്ലാ റൂമുകളും പരിശോധിക്കാൻ കഴിയാതെ 2-3 റൂമുകളിൽ പോയിട്ട് ആ റെയ്ഡ് നിർത്തിവെക്കേണ്ടി വന്നത് ആരാ? CPM പ്രവർത്തകർ തടഞ്ഞിട്ടാണോ? താങ്കൾ ചോദിക്കുന്ന പോലെ എങ്ങനെയാണ് ആ പാതിരാക്ക് ഇത്രയേറെ കോൺഗ്രസ് പ്രവർത്തകർ അവിടെ സംഘടിച്ചെത്തിയത്, നേതാക്കൾ മുഴുവൻ എത്തിയത്? എന്നിട്ടും എന്താ ഇപ്പോഴും അവിടുത്തെ DCC പ്രസിഡന്റ് ഈ സംഭവത്തിന് ശേഷം വെളിച്ചത്ത് വരാത്തത്? നിൽക്കട്ടെ, ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. നമ്മുടെ മുന്നിൽ കാര്യങ്ങൾ വ്യക്തമാണ്. CPM-ഉം CPI-യും എല്ലാം ആരോപിച്ചതുപോലെ മദ്യവും അതുപോലെ ഈ പണവും ഒക്കെയാണ്. UDF അല്ലാതെ വികസനമല്ല. ഇനി BJP-യുടെ പ്രതിനിധി പറഞ്ഞ പോയിന്റിലേക്ക് കൂടി വരാം. അവിടെ അദ്ദേഹം പറയുന്നു, ഞങ്ങൾ യാതൊരു വർഗീയതയും പറയാറില്ല. ഈ ഞാനൊരു ചെന്നായല്ല, ആട്ടിൻകുട്ടിയാണ് എന്നതുപോലത്തെ വാദമല്ലേ അത്? ഈ ഗോപാലകൃഷ്ണൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം വയനാട്ടിൽ പ്രസംഗിച്ചത് എന്താ? ഇങ്ങനെ പോയാൽ ആ എരുമേലിയിൽ കിടക്കുന്ന വാവര് പറയും ശബരിമല വഖഫിൻ്റെതാണ് എന്ന് പ്രസംഗിച്ചത്. ശ്രീ അയ്യപ്പനും വാവരും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ബന്ധം മലയാളത്തിലെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ? ഇനി അതറിയില്ലെങ്കിൽ ഗോപാലകൃഷ്ണൻ 2018 ഡിസംബർ 11 ജന്മഭൂമി എടുത്ത് വായിക്കൂ. അതിലൊരു ലേഖനം വന്നിട്ടുണ്ട്. ജന്മഭൂമിയിലെ സംസ്കൃതി എന്ന് പറയുന്ന പങ്ക്തിയിൽ 2018 ജനുവരി 11 ശ്രീ അയ്യപ്പനും വാവരസ്വാമിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആ ലേഖനം അവസാനിപ്പിക്കുന്നത് കേരളത്തിലെ ഹിന്ദു മുസ്ലിം സൗഹൃദത്തിന്റെ മഹത്തായ മാതൃകയാണത് എന്ന്. അങ്ങനെ ഒരു സംഗതിയെ കുറിച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഗോപാലകൃഷ്ണൻ പ്രസംഗിച്ചത് അങ്ങനെയല്ലേ? ഇതുപോലും ഉപയോഗിച്ചിട്ട് വർഗീയത ഉണ്ടാക്കുന്നു. ജാർഖണ്ഡിൽ മോഡിയും അമിത്ഷായും പ്രസംഗിക്കുന്നത് എന്താ? ആകെ 14% താഴെ അവിടെ മുസ്ലിം ജനസംഖ്യ. മഹാഭൂരിപക്ഷം ഹിന്ദുക്കളിലെ വിവിധ ജാതി വിഭാഗങ്ങളിൽപ്പെടുന്ന ഖനിത്തൊഴിലാളികൾ, പാവങ്ങൾ, പട്ടിണിക്കാർ. അവരോട് പറയുകയാണ്, നിങ്ങളുടെ പട്ടിണിക്കും ദാരിദ്ര്യത്തിനും കാരണം ബംഗ്ലാദേശിൽ നിന്ന് വന്ന കുടിയേറ്റക്കാരാണ്. ശരി പ്രസംഗിക്കുന്നത്.